ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, അയർലൻഡിന്റെ പടിഞ്ഞാറെ തീരത്ത് സ്നാപക യോഹന്നാന്റെ നാമധേയത്തിൽ നോക്കിലെ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. 1879 ഓഗസ്റ്റ് 21 ദേവാലയ സൂക്ഷിപ്പുകാരി മേരി മക്ലോഗ്ലിൻ തെക്കുവശത്തെ ചുവരിൽ ഒരു പ്രകാശം കണ്ടു. ഇതാ, പരിശുദ്ധമ്മയും വിശുദ്ധ ഔസേപ്പിതാവും വിശുദ്ധ സ്നാപക യോഹന്നാനും അവിടെ പ്രത്യക്ഷരായിരിക്കുന്നു. പിന്നിൽ കുഞ്ഞാടും കുരിശും സ്വർണ ചിറകുകളുള്ള ധാരാളം മാലാഖമാരും. മാലാഖമാർ കുഞ്ഞാടിനെ ആരാധിക്കുന്നു. കാട്ടുതീ പോലെ ഈ ദർശന വിവരം പുറത്തറിഞ്ഞു. അനേകർ ഓടിക്കൂടി. കുറച്ചധികം സമയം ഈ ദർശനം നീണ്ടു നിന്നു. ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും സാക്ഷ്യപ്പെടുത്താനുണ്ട്. 1979 ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ ദർശനത്തെ അംഗീകരിച്ചു. കൂടാതെ ഈ ദേവാലയം ഒരു ബസിലിക്കയായി ഉയർത്തി. വെളിപാട് 12 പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. 1-ാം തിരുവചനം: സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. പ്രകാശമാണ് താനെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ആ പ്രകാശം പരിശുദ്ധ അമ്മയിൽ പ്രതിഫലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവഭക്തിയും മാതൃഭക്തിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അനേകർക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയും അത് തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവരാകാൻ ദൈവം നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും. നമുക്കെല്ലാവർക്കും പ്രത്യാശയോടെ കരങ്ങൾ കൂപ്പാം. ആമേൻ.